ഗസയിലെ വെടിനിർത്തലിന് വേണ്ടി പറയുന്നവർ എന്തുകൊണ്ടാണ് സുഡാനിലെ ഈ കൂട്ടക്കുരുതി കാണാത്തത്? ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യ കാണാത്തത്? ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആംസ് ട്രേഡ് അടക്കം വ്യക്തമാക്കുന്നത് ഇതിന് പിറകിലുള്ള UAEയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പങ്കിനെക്കുറിച്ചാണ്. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന RSFന് ആയുധങ്ങൾ നൽകുന്നതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നാണ് ആരോപണം. അതുതന്നെ UAE, ലിബിയ, ചാഡ്, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളുടെ ആയുധ വിതരണ ശൃംഖലകൾ സൃഷ്ടിച്ച് RSFനെ സഹായിക്കുന്നതായി തെളിവുകൾ പോലും പുറത്തുവിടുന്നുണ്ട് പല റിപ്പോർട്ടുകളും ഇപ്പോൾ. അതിൽ അതീവ ആശങ്കാജനകമായ മറ്റൊരു കാര്യം, ബ്രിട്ടനിൽ നിർമ്മിച്ച ആയുധങ്ങൾ UAE വഴി RSFന്റെ കൈകളിൽ എത്തിയതായി കണ്ടെത്തിയതാണ്. ഇതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ് ഒക്കെ UAEയിലേക്ക് ആയുധ വിതരണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിലൂടെ ഇവരുടെയും പങ്ക് ഈ കൂട്ടവംശഹത്യയിൽ വ്യക്തമാണ്. UAEയുടെ പങ്ക് ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ സുഡാൻ സർക്കാർ കേസ് ഫയൽ ചെയ്തു. പക്ഷേ അത് പരിഗണിക്കാൻ പോലും ICJ തയ്യാറാകാത്തത് മറുവശത്ത് UAE ആയതുകൊണ്ടാണ്. സുഡാൻ സ്വർണത്തിന്റെ ഒരു പ്രധാന ഉറവിടമാണ് ദാർഫൂർ മേഖല. അത് RSF പിടിച്ചെടുത്തതോടെ ചെറിയ സമ്പത്ത് സ്രോതസ്സല്ല ഈ വിമത സൈന്യത്തിന് കീഴിൽ വന്നത്. ഈ കാണാത്ത സ്വർണ്ണഖനിയാണോ ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നെടുക്കുന്നത്? സുഡാനിൽ RSF ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ ഗസയിൽ ഇസ്രയേൽ ഉന്നയിക്കുന്ന അതേ ന്യായങ്ങളാണ്. പക്ഷേ പലസ്തീനൊപ്പം നിൽക്കുന്ന അറബ് രാജ്യങ്ങൾ സുഡാന് വേണ്ടി മിണ്ടില്ല. രാജ്യത്തെ 80% ഭക്ഷ്യലഭ്യതാ സംവിധാനവും അടച്ചുപൂട്ടപ്പെട്ടിട്ടും അന്താരാഷ്ട്ര സമൂഹം ചെറുവിരൽ അനക്കുന്നില്ല. റുവാണ്ടൻ വംശഹത്യ ആരംഭിച്ച് നീണ്ടുനിന്ന 3 മാസം മാത്രം അത് ചർച്ച ചെയ്ത ലോകം അതേ പാറ്റേൺ സുഡാനിലും സ്വീകരിക്കുന്നു. ഈ ഒക്ടോബർ 27 എൽഫാഷർ നഗരം കൂടി RSF പിടിച്ചെടുത്തതോടെ കൂട്ടപലായനത്തിന്റെ തോത് 10,000 ദിവസവും ഉയരുന്നു. സൈനികർ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന്റെയും വീടുകൾ അഗ്നിക്കിരയാക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. സുഡാനിലെ വംശഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം എന്നാണ് ശക്തമായ നടപടി സ്വീകരിക്കുക? ചോദിച്ചുകൊണ്ടിരിക്കാനേ ലോക ജനതയ്ക്ക് പറ്റൂ.